ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു മാരേജ് ഫംഗ്ഷൻ ആണെന്നും വിചാരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ഫേസൊക്കെ ഡള്ളാണ്, അതൊന്ന് പെട്ടെന്നൊന്ന് ഗ്ലോ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഗ്ലോ അപ്പ് ആക്കണം, നാളത്തെ ഫംഗ്ഷന് നിങ്ങൾക്കൊന്ന് തിളങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പാക്ക് എന്താണെങ്കിലും അപ്ലൈ ചെയ്യുക. ഞാൻ ഗ്യാരണ്ടി തരാം ഗൈസ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഈ വീഡിയോയുടെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ പറയാം, ഈ വീഡിയോയ്ക്ക് ശരിക്കും ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട് ഗൈസ്. കാരണം ഇവിടെ മൊത്തം ഇവിടെയല്ല, എല്ലായിടത്തും ഭയങ്കര മഴയാണ്. സോ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഫേസ് കാണുന്നതും ലാസ്റ്റ് എൻ്റെ ഫേസ് കാണുന്നതും മേ ബി സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ കുറഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, ശരിക്കും എൻ്റെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഞാനിപ്പോൾ അതേ ഇട്ടിട്ട് ഒരു മണിക്കൂറൊക്കെ ആയി കാണും. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആൽഫ് ഗുഡ്നസിൻ്റെ സാൻഡൽവുഡ് പൗഡറാണ്. അതിലേക്ക് ഞാൻ നോർമൽ മഞ്ഞപ്പൊടിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി യൂസ് ചെയ്യാം, അത് ഇതിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റർ റിസൾട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ നോർമൽ വാട്ടർ തന്നെയാണ് എടുക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി റോസ് വാട്ടർ ഒന്നും ഇല്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ ഇപ്പോൾ തൈരോ പാലോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇതെല്ലാം അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ ഇത് മൂന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തേച്ച് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ ഈ ബ്രഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡൈ ചെയ്യുന്ന ബ്രഷല്ല, ഇത് പാക്കൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ബ്രഷാണ്. നമുക്ക് നോർമലി ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. നമുക്ക് നോർമലി കടകളിലൊക്കെ ചെന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന ബ്രഷ് എന്ന് ചോദിച്ചാൽ അവർ തരും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഫേസ് ഉള്ളത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ടാണ് ഞാൻ തുടച്ചു കൊടുക്കുന്നത്. ആദ്യമേ ഞാൻ ചുമ്മാ കയറി അങ്ങ് തുടച്ചു, പിന്നെയാണ് ഞാൻ ഓർത്തത് വെറ്റ് ചെയ്തിട്ട് വേണം തുടയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ കാരണം നമ്മുടെ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ശരിക്കും പോറലേക്കും. അതുകൊണ്ടാണ്, കാരണം ഇത് ഓൾറെഡി ഉണങ്ങിയിരിക്കുകയല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഫേസ് ഒന്ന് തുടക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മാറ്റമുണ്ട് ഗൈസ്. കാരണം പെട്ടെന്ന് ഞാൻ ഇത്രയും നാളായിട്ട് ഇന്നലെ ഞാൻ കുറേ പോയി വെയിലത്തൊക്കെ പോയിട്ട് ടാനൊക്കെ അടിച്ചതാണ്. പെട്ടെന്നൊരു ടാൻ റിമൂവലായിട്ടും അതേപോലെ തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റൺ ആകാനും ഒക്കെ ഇത് അടിപൊളി ഫേസ് പാക്കാണെന്ന് ഞാൻ തന്നെ പറയാം. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് പാക്കൊക്കെ കഴുകിക്കഴിഞ്ഞ് ഇതൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അപ്പം മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ എവിടെയെങ്കിലും പോകണമെങ്കിൽ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ എന്തെങ്കിലുമൊക്കെ തേക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും തേച്ചിട്ടില്ല, ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ആയി കാണും. നല്ല റിസൾട്ടുണ്ട്. ഞാൻ ഫേസ് ഒന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ തുടച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. സോ ഇത് നിങ്ങൾക്ക് എന്താണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്താണെങ്കിലും റിസൾട്ടിന് ഞാൻ ഗ്യാരണ്ടി തരാം. എന്താണെങ്കിലും അടിപൊളി സംഭവമാണ് ഗൈസ് ഇത്. ഈ ആൽഫ് ഗുഡ്നസിൻ്റെ പൗഡർ എല്ലാ കടകളിലും കിട്ടും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റ.